ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് ജീനിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ടെറേറിയമാണ് ഗൈസ്. ഈ കാണുന്നത് ഞാനൊരു നാച്ചുറൽ ഹാബിറ്റായിട്ട് ഈ ഒരു കുപ്പിയിലേക്ക് ആക്കിയത് ഗൈസ്. അതൊരു വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ചെയ്തിട്ട് 2 ദിവസമായി. ഇതിനുള്ളിൽ വാട്ടർ വേപ്പർ ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. അതായത് വെള്ളം നീരാവിയായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മളൊരു കോർക്ക് വെച്ച് അടച്ചിട്ടുണ്ട്. ആ വെള്ളം തിരിച്ചെന്ത് ചെയ്യും, ഇതിനകത്തോട്ട് തന്നെ വീണോളും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വലിയ വലിയ മെയിൻമണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അതുകൊണ്ട് ഒരു നാച്ചുറൽ ഹാബിറ്റായിട്ടാണ് ഈ കുപ്പിയിൽ ഇരിക്കുന്നത് ഗൈസ്. ശരിക്കും ഒരു മഴക്കാടിനെ ഞാൻ എടുത്ത് കുപ്പിക്കകത്താക്കിയ പോലുണ്ട്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്തേക്കോട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ നേരത്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. നമുക്ക് പോയിട്ട് ടെറേറിയം ഉണ്ടാക്കാം. ഇത് അങ്ങനെ നമ്മുടെ ടെറേറിയം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പോവാണ്. നമുക്ക് ഡ്രിഫ്റ്റ് വുഡും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മൾ പരിസരത്ത് ഡ്രിഫ്റ്റ് വുഡ്, പിന്നെ നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ പുല്ല്, പിന്നെ പായൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പോവാണ്. ഞാൻ സ്ഥലം എത്തിയിട്ട് ബാക്കി പരിപാടി കാണിച്ചു തരാം. അപ്പോൾ ചമര അങ്ങനെ നമ്മൾ നടന്നത് ഒരു പുഴയുടെ തീരത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെറേറിയത്തിൻ്റെ അതിനകത്ത് വെക്കേണ്ട പുല്ലും കാര്യങ്ങളൊക്കെ ഇല്ലേ, ചെടികൾ, സസ്യവർഗ്ഗങ്ങൾ. ഓക്കെ, നമ്മളൊരു മിനിയേച്ചർ എന്താ പറയുക ഒരു മിനിയേച്ചർ ബയോ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ പരിസരത്തുനിന്ന് ഈ ഒരു കാട്ടിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രിഫ്റ്റ് വുഡ്, പായൽ, ആൽഗകൾ എല്ലാം കളക്ട് ചെയ്യുന്ന ഷോട്ട്സ് ഞാൻ കാണിച്ചു തരാം. ഏതൊക്കെ രീതി കളക്ട് ചെയ്യണം. നല്ല കല്ലും കാര്യങ്ങളൊക്കെ ഈ പുഴ കിട്ടും. അങ്ങനെ ഡ്രിഫ്റ്റ് വുഡ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ടെറേറിയത്തിന് വർക്ക് തുടങ്ങിയേക്കാം. അങ്ങനെ ഡ്രിഫ്റ്റ് വുഡും പായലും തപ്പെടുക്കുമ്പോൾ ഡ്രിഫ്റ്റ് വുഡിൽ തന്നെ പായൽ പിടിച്ചേക്കുന്ന രീതിയിൽ കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മൾ പറിച്ചെടുക്കാൻ പോവാണ്. പൊളിച്ചെടുത്തിട്ട് ഞാനൊരു ബോട്ടിൽ കണ്ടുവച്ചിട്ടുണ്ട്. ആ ബോട്ടിലേൽ കയറാൻ ഭാഗത്തിനാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. പിന്നെ നമുക്ക് ചെറിയ ചെറിയ ചെടികളൊക്കെ ഒപ്പിക്കണം. കരിയില, അഫ്കോഴ്സ് കരിയില നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പം അയ്യോ, കൂടുതൽ ലാഗാവോ, വേഗം സെറ്റ് ചെയ്യണ്ടേ. കാര്യം പറയാനാണ് ഇപ്പം ഞാൻ ക്യാമറ ഓപ്പൺ ആക്കിയത്. ഞാനിങ്ങനെ ബയോ സാധനങ്ങളൊക്കെ എന്താ പറയുക, നമ്മളൊരു ബയോ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പുല്ലും ചെടിയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നിടത്ത് ആനപ്പിണ്ടം കണ്ടു ഗൈസ്. നമുക്ക് എന്തായാലും ഈ കരിയില അരച്ചെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇനി അത് വേണ്ടി വരില്ല. നോക്ക് ഗൈസ്, പ്രകൃതി തന്നെ അരച്ചു തന്ന നല്ല കിണ്ണൻ പച്ചപ്പുല്ല്. ഓക്കെ, അതിപ്പോൾ ഉണങ്ങിപ്പോയി. ആനപ്പിണ്ടമാണ് ഗൈസ്, ആനപ്പിണ്ടം. ഓക്കെ, അങ്ങനെ നമ്മുടെ എന്താ പറയുക, ടെറേറിയത്തിന്റെ ഒരു പൊൻ തൂവലാണ്. ഓക്കെ, ആനപ്പിണ്ടം. ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഞാൻ എല്ലാ സാധനവും കളക്ട് ചെയ്ത് അവസാനം കാണിച്ചു തരാം. സാധനങ്ങളൊക്കെ നമ്മൾ പെറുക്കിയിട്ടുണ്ട്. ആനപ്പിണ്ടം. ഓക്കെ, അങ്ങനെ ചൂടിന് വെയിലിന് ചൂട് കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ വീട്ടിലെത്തിയിട്ട് എല്ലാം ശരിയാക്കുന്ന കറക്റ്റ് കാണിച്ചു തരാം. ഇനിയും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ. നമുക്ക് പ്ലാന്റ് ഒക്കെ എടുക്കണം. നമ്മൾ ടെററിയം ചെയ്തെടുക്കാനുള്ള ബോട്ടിൽ ഞാൻ എവിടെ വെച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഏകദേശം 6.5 വർഷമായിട്ട് ഞാൻ കൊണ്ടുപോകുന്നൊരു ബോൺസായി ആണ്. അപ്പോൾ ബോൺസായി എങ്ങനെയാണ് ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ ചാനൽ വരുന്നുണ്ടാവും. അപ്പോൾ അത് വൈകാതെ നോക്കിയിരുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു ഉറപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണം എന്നെ ചെയ്ത് ആ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ അമർത്താം. ദേണ്ട കിടക്കണ കുപ്പി റെഡ് നൈറ്റ് വിസ്കി. ഞാൻ കുടിച്ചിട്ട് കൊണ്ടുവച്ചതല്ല കേട്ടോ, ഞാൻ വഴി കിടന്ന് കിട്ടിയപ്പോൾ പാത്ത് വെച്ചതാ. ടെറേറിയം ഉണ്ടാക്കാൻ എനിക്ക് തോന്നിയിട്ട് നല്ലൊരു കുപ്പി ഇതാ. അപ്പോൾ ഇതിൻ്റെ ലേബലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഒരു ബോട്ടിലിൻ്റെ ലേബൽ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് പശ ഉണ്ടാവും. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ കുറച്ച് പെട്രോളോ ഡീസലോ അതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ മുക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, മണലിട്ട് തിരുമുക. ഞാനിപ്പോൾ ഇച്ചിരി ഡീസലിൻ്റെ അകത്ത് പറ്റിച്ചായിരുന്നു. അതാണെന്ന് തോന്നുന്നു, നല്ല ക്ലീനായിട്ട് പൊളിഞ്ഞു വരുന്നുണ്ട്. പശ ലീക്കായിട്ട് പശ ലീക്കാവുമല്ലോ, പശ ലൂസാവുക ചെയ്യുന്നത്. കണ്ടോ ആ സ്റ്റിക്കർ പറഞ്ഞിങ്ങ് പോന്നും. അല്ലെങ്കിൽ ഇച്ചിരി മണലിട്ട് തിരുമിക്കഴിഞ്ഞാൽ എല്ലാം പൊടിഞ്ഞിങ്ങ് പോരും. കണ്ടോ, സെൻറ്ററിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ കുപ്പി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഉള്ളെല്ലാം ക്ലീൻ ചെയ്ത് അടപ്പെല്ലാം തുറന്നിട്ട് വേണം നമ്മുടെ ടെറേറിയം സെറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട്, ഒരു സ്ക്രാച്ചോ പോറലോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ലാതെ നമ്മൾ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടെറേറിയം, അതായത് ഒരു ക്ലോസ്ഡ് ടെറേറിയം ചെയ്യാൻ നേരത്ത് അതിന് വേണ്ട വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒന്നാണ് എയർ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എയർ നിൽക്കണം. അതായത് ഓക്സിജൻ, ഇതിനുള്ളിൽ പ്രൊഡ്യൂസ് ആവുന്ന ഓക്സിജൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. അപ്പോൾ അതിന് നമുക്ക് കോർക്ക് ചെയ്യണം. കോർക്കുള്ളവർ കോർക്ക്
ജസ്റ്റ് വെച്ച് ഇതൊന്ന് അടച്ചു കൊടുത്തേക്കുക. അല്ലാത്തവർക്ക് അത് നമുക്ക് വീട്ടിൽ തന്നെ കോർക്ക് ചെയ്തെടുക്കാം. ഇത് സൈക്കിൾ ട്യൂബില്ലേ, ഇതുപോലത്തെ സൈക്കിൾ ട്യൂബ് എടുത്തിട്ട് നന്നായിട്ട് റോളപ്പ് ചെയ്യുക. നല്ല വൃത്തിക്ക് തന്നെ റോൾ ചെയ്ത് കഴിയുമ്പം നമുക്കിതുപോലത്തൊരു ഷേപ്പ് കിട്ടും. അപ്പം സെൻറ്ററിൽ ഹോളില്ലാത്ത രീതിയിൽ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ടല്ലേ ചെയ്ത്, 2 കൈ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അതേ വൃത്തി തന്നെ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ റോളപ്പ് ചെയ്ത് ഇതിൻ്റെ വാവട്ടനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റുക. ഒട്ടിക്കാൻ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ മതി. ഈ ഒരു കോർക്ക് ഇവിടെ ഒരിക്കലും സൂപ്പർ ഗ്ലൂ തേക്കരുത്. നമുക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും 1-2 തുള്ളി വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കുറ്റിച്ച് കൊടുക്കാനൊക്കെ ഉള്ളതാണ്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ കോർക്ക് ഉണ്ടായി കാണിച്ചു തരാം. കോർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പം നല്ല എയർ ടൈറ്റ് ആണ് സാധനം. കണ്ടോ ആ സൗണ്ട് കേട്ടോ, ആ സൗണ്ട് തന്നെ ആ എയർ ടൈറ്റ് ആയതിൻ്റെയാണ്. അപ്പം വെളിച്ചത്ത് വെച്ച് നോക്കിയപ്പോൾ നടുക്ക് ഹോളും കാര്യങ്ങളൊന്നുമില്ല, പെർഫെക്റ്റ് ആണ്. അപ്പം വേണം നമുക്കിത് ഈ 2 സാധനങ്ങൾ നല്ല വൃത്തിക്ക് ഒന്ന് ട്രിം ചെയ്ത് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. സൂപ്പർ ഗ്ലൂ ഇട്ട് നല്ല വൃത്തിക്ക് തന്നെ ഒട്ടിച്ചൊക്കെ എടുക്കണം, അത്രയും നല്ലത്. ഞാൻ ഈ അറ്റമൊക്കെ ചെത്തി കളയാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ MC-ലോ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ആ ഉരുകി വരുന്ന ഗ്ലൂ ഇല്ലേ, ആ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് നമുക്ക് കവർ ചെയ്യാം, കുറച്ചുകൂടെ വൃത്തി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇനി ഞാനിത് ചെത്തി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കോർക്കിൻ്റെ വർക്ക് കഴിഞ്ഞു. നമുക്കിനി നമ്മുടെ ടെറേറിയം ആണ്. ഓക്കെ, ഞാനെന്നാ ടെറേറിയം സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ചെയ്യാൻ വേണ്ടി നമ്മളിതാ പെബിൾസ്, ചരല് കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണ കാര്യമാണ്, അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ കാണുന്ന ആനപ്പിണ്ടമാണ്. ഓക്കെ, ആനപ്പിണ്ടം. പിന്നെ ഇതാ ഡ്രിസ്റ്റ് വുഡ് കൊണ്ടുവന്നു. ഇതിന് ഡ്രിസ്റ്റ് വുഡ് എന്നാണ് പറയുക കേട്ടോ. പാര വളരുന്ന ഡ്രിസ്റ്റ് വുഡ് തന്നെയാണ്. നമുക്ക് അവസരം കുറച്ച് പാരകൾ കെട്ടി വെക്കേണ്ട കാര്യമുണ്ട്. പിന്നെ ചാർക്കോൾ, കരി. നമുക്ക് ഈ 3 സാധനങ്ങളും മിക്സ് ചെയ്യാനുണ്ട്. അതായത് കരി, പിന്നെ ഒരു ചാണകത്തിൻ്റെ കട്ടയാണ്, ചാണകക്കട്ട ജസ്റ്റ് വളത്തിന് വേണ്ടി. പിന്നെ പെബിൾസ് നമ്മുടെ ഉണ്ടല്ലോ, വേണ്ട ഒരല്പം മണ്ണും കൂടെ നമുക്ക് വേണം മിക്സ് ചെയ്യാം, കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ നമുക്ക് മിക്സിങ്ങും വർക്കിങ്ങും പിന്നെ ഇതിൻ്റെ അകത്ത് കുപ്പിയിലോട്ട് നിറയ്ക്കണം. അപ്പോൾ ആ വർക്ക് കാണിച്ചു തരാം. സാധനങ്ങൾ ഇച്ചിരി ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചകിരി കേട്ടോ, നമുക്കൊരു ചകിരി വേണം, ചകിരിച്ചോറയിൽ അത്രയും നല്ലത്. പിന്നെ ഇല പൊടിച്ച് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ആനപ്പിണ്ടം ഉപയോഗിക്കുന്നത്. പിന്നെ വന്നേക്കുന്ന മണ്ണ്. അപ്പം മിക്സ് ചെയ്യേണ്ട സാധനങ്ങൾ ഈ പെബിൾസ്, അതായത് ചരല് മാറി നിൽക്കട്ടെ. നമുക്ക് ഈ ആനപ്പിണ്ടവും ചകിരിയും എല്ലാം കൂടെ ഒന്ന് പൊടിച്ച് മിക്സാക്കി എടുക്കണം. മണ്ണും കേട്ടോ, അതാണ് നമ്മുടെ എന്താ പറയുക അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഈ ചാർക്കോള് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രെയിനേജ് ആയിട്ട് വർക്ക് ചെയ്യണം, അതായത് എക്സസ് വരുന്ന വെള്ളം അതിൻ്റെ അടി നിൽക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ പായലാണ് കേട്ടോ, അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യം അത്ര വരുന്നില്ല. അപ്പോൾ ഡ്രിഫ്റ്റ് വുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. ഈ 3 സാധനങ്ങൾ, 3 4-5 സാധനമുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചാർക്കോള്, പിന്നെ കോക്കനട്ട് ഹസ്ക്, അതായത് ചകിരിയുടെ ചരിച്ചോറ്, ഇതിൻ്റെയൊക്കെ മിക്സർ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മണ്ണ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇല പൊടിച്ചതുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്താൽ നമ്മുടെ ആ മിക്സ്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഫസ്റ്റത്തെ ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ വലിയ കല്ലുകളെല്ലാം എടുത്തിട്ട് നമ്മുടെ ഈ കുപ്പിയില്ലേ അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല കനത്തിൽ തന്നെ ആഡ് ചെയ്യുക. പെബിൾസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഈ 2ാമത്തെ ചെറിയ കല്ലുകളുടെ ലെയർ ആഡ് ചെയ്യുക. അതിനുശേഷം 3ാമതായിട്ട് ഈ ഒരു ലെയർ ആഡ് ചെയ്യുക. അപ്പം ഞാൻ ലെയർ ആഡ് ചെയ്യുന്നത് ടൈം ലാപ്സ് ആയി കാണിച്ചു തരാം. ശേഷം ഞാനത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കറക്റ്റ് ഞാൻ വിശദീകരിച്ച് തരാം എങ്ങനെയാണ് നമുക്കിത് വൃത്തിക്ക് ചെയ്യേണ്ടത്, ആ ഒരു രീതി കാണിച്ചു തരാം. Let's take it slow. Where you go, I go too. And if you hit the bottom, I'm going down with you. Let's take it slow. Who cares where we gotta be? You know you'll have a good time wherever you're with me. നമ്മൾ അതിൻ്റെ ബേസ് ലെയർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഡ്രെയിനേജ് എന്ന് പറയുന്നത്. കാരണം നമ്മളിവിടെയൊക്കെ മണ്ണ്, പിന്നെ അതിൻ്റെ കോക്കനട്ട് ഹസ്ക് കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് വെള്ളം തങ്ങിക്കൊണ്ട് ഇവിടെയാണ്. വളരെ കുറച്ച് വെള്ളം അതിൻ്റെ തങ്ങി നിൽക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ മേലെ ഒരു വയലയൊക്കെ ഇടാം, അത്രയും നല്ലത്. പിന്നെ നമ്മൾ 2ാമത്തെ ലെയർ നിറയ്ക്കാൻ പോണേ, അത് ചാർക്കോൾ, അത് നമ്മൾ കരിയും നമ്മുടെ അരച്ച്, അതായത് നമ്മുടെ പൊടിച്ചു വെച്ച ഇലയും പിന്നെ മണ്ണും ഒക്കെയുള്ള മിക്സർ നമ്മളിവിടെ ഇടാൻ പോവാണ്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പായലും ഡ്രിഫ്റ്റ് വുഡും കാര്യങ്ങളൊക്കെ വെച്ച് സംഭവം ഡെക്കറേറ്റ് ചെയ്യുന്നത്. Ask me how we got here, 'cause you don't know how. You say we're taking on water, yeah, we're sinking now. You're looking all concerned, like we're gonna drown. But we both know how to swim, no worries, let's float for now. Let's take it slow, where you go. ഓക്കെ, ദാ അങ്ങനെ നമ്മൾ 2 ലെയർ നിറച്ചിട്ടുണ്ട്. അടിയിലത്തെ ലെയർ കണ്ടാൽ അറിയാം, ഇതാണ് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം, ഇതാണ് നമ്മുടെ
എന്താ പറയുക, നമ്മുടെ സോയില്, പിന്നെ സകലമാന വളവും അതിൻ്റെ അകത്താണ് ഉള്ളത്. പിന്നെ ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ മിനിയേച്ചർ എന്താ പറയുക, ഒരു ചെറിയൊരു ലൈഫ്, ഒരു മിനിയേച്ചർ ലൈഫ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇത് പായൽ വളർന്ന ഡ്രിഫ്റ്റ് വുഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പായൽ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൽ ജസ്റ്റ് കെട്ടി വെച്ചാൽ പായൽ വളർന്നോളും. അങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഇനി ചെയ്യുന്ന പരിപാടി, നമ്മൾ ഓരോ ഡ്രിഫ്റ്റ് വുഡും നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ശരിയാക്കുകയാണ്. നിങ്ങൾക്ക് വേണേൽ ചെറിയ ചെറിയ ചെടികളൊക്കെ നടാം. ചെടികളെന്ന് പറയുമ്പം പൊതുവേ പറയാൻ പറ്റുന്നത് ഇതാ, നമ്മുടെ കിണറിൻ്റെ വക്കത്തൊക്കെ വളരുന്ന ഒരു സൈസ് ചെടിയാണിത്. ഞാൻ മുറ്റത്ത് പറിച്ചാണ്. അപ്പം ഇങ്ങനത്തെ ചെടികൾ ഒക്കെ വളർത്താം. കാരണം ഇതിൻ്റെ ഈ ഒരു അന്തരീക്ഷത്തിൽ വളരെ പതുക്കെ ഇങ്ങനത്തെ ചെടികൾ വളരാറുള്ളൂ. അതോ വളർച്ച അധികമാണെങ്കിൽ നമുക്കിത് തുറന്നിട്ട് കത്രി കൊണ്ട് കണ്ടിച്ച് അതിൻ്റെ ഇതളുകളെല്ലാം എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാനിതിനെ പതുക്കെ നടാൻ വേണ്ടി നമുക്കൊരു മാർഗം പറയാൻ പറ്റുന്നത്, ഒന്നെങ്കിൽ നീളമുള്ള പ്ലക്കറുകൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഈർക്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ചെടികൾ മുകളിലേക്ക് വെച്ച ശേഷം വേരുപടലത്തിൻ്റെ മുകളിൽ ഇതുപോലുള്ള ഈർക്കിൽ വെച്ച് പതുക്കെ തള്ളിക്കൊടുത്ത് താട്ടിറക്കിക്കോളും. കാരണം സർഫസ് നല്ല സ്മൂത്താണ്. ശേഷം വളരെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പോലെ മാത്രം വെള്ളം തുള്ളിയായി എല്ലാ വശവും കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് നമുക്ക് നനവെത്തുമ്പോൾ നമുക്കറിയാം മിനിമം ഈ ഒരു ഭാഗത്ത് നനവെത്തുന്ന രീതിയിൽ മാത്രം നനച്ചു കൊടുക്കുക. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ പായലുകൾ ആദ്യം പ്ലാന്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം. And if you hit the bottom, I'm going down with you. Let's take it slow. Who cares where we gotta be? You know you'll have a good time wherever you're with me. Let's take it slow. I drag you out your mind, and there are days I hate you, but baby you're still mine. And now we have the best times, no matter what we do. And even when we don't, there's nobody I'd rather choose. Let's take it slow. Where you go, I go too. And if you hit the bottom, I'm going down with you. നമ്മുടെ ടെറേറിയത്തിനുള്ളിൽ പ്ലാന്റ്സും ഡ്രിഫ്റ്റ് വുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ശരിക്കും പറഞ്ഞ ഒരു തോക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇപ്പം ഇനി ചെയ്യേണ്ട ഒരു വർക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒരു ഇറുക്കിൽ എടുത്തില്ലായിരുന്നോ, അത് എൽ ഷേപ്പിൽ വല്ലതും ബെൻഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പഞ്ഞി വെച്ചിട്ട് നമ്മൾ ഈ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ ശരിക്കും ഇതിൻ്റെ അകത്ത് ഒരല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനുണ്ട്. വളരെ കുറച്ച് വെള്ളം മതി കേട്ടോ, വളരെ കുറച്ച് വെള്ളം മാത്രം മതി. ഞാൻ ഡ്രിഫ്റ്റ് വുഡ് വെച്ചപ്പം ഡ്രിഫ്റ്റ് വുഡ് നനച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ വളരെ കുറച്ച് വെള്ളം വെച്ച് ഈ ഗ്ലാസ് നമ്മൾ നനഞ്ഞ മഞ്ഞ് വെച്ച് തുടയ്ക്കൂലേ, അപ്പോൾ ആ വെള്ളം മതി. ഇത് ആറുകാരൻ അപ്പം ആ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് ഈ ഗ്ലാസ് ഉടച്ചു കഴിഞ്ഞ് നമ്മളത് കോർക്ക് വെച്ച് അടയ്ക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ കോർക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങളോട് പറയാം. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് കാണാം. ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ ക്ലീൻ ആയില്ലെങ്കിലും ഒരു 80% നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം എന്താ ഈ ഒരു ലെവൽ വരെ എത്തിയിട്ടുണ്ട്. ആ ഒരു ലെവൽ വരെ വെള്ളം മതി. നമ്മളിനി വെള്ളം ഒഴിക്കേണ്ട. നമ്മൾ കോർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോർക്ക് വെച്ച് ഇനി ഇത് അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ ഹാബിറ്റാറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2 ദിവസം കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നല്ല ഇടിമിന്നലും മഴക്കോളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്കി വെച്ച കോർക്കാണ്. ഇതാകത്തുനിന്ന് ഒരാൾ ഇടി വെട്ടുന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സൈക്കിൾ ട്യൂബ് കൊണ്ടാണ് കോർക്ക് ചെയ്തേക്കുന്നത്. റോൾ ചെയ്ത് 2 അറ്റവും ജസ്റ്റ് കവർ ചെയ്തേക്കുന്നതാണ്. ഞാൻ ആ വീഡിയോ കാണിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി ഇത് അടച്ചു വെക്കാൻ പോവാണ്. ഓക്കെ, നന്നായിട്ട് കോർക്ക് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനുള്ളിൽ എയർ കയറില്ല. ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈർപ്പം കൂടുതലാണെന്ന് തോന്നിയാൽ ഒരു അരമണിക്കൂർ അല്ല 1 മണിക്കൂർ തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇനി ഏകദേശം 1 മാസത്തേക്കിനകത്ത് വെള്ളമൊന്നും വേണ്ട. ഇതിങ്ങനെ തന്നെ അങ്ങ് വളർന്നോളും. അപ്പോൾ ഇതിനെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. മച്ചന്മാരതി അങ്ങനെ നമ്മുടെ ടെറേറിയം ഉണ്ടാക്കിയിട്ട് 2ാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം അല്ല, 2 ദിവസം കഴിഞ്ഞു. ഓക്കെ, 2 ദിവസം കഴിഞ്ഞു. ടെറേറിയത്തിന്റെ ഉള്ളില് കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടോ,
പായലുകളൊക്കെ വളർന്നു തുടങ്ങി. ഡ്രിഫ്റ്റ് വുഡിലൊക്കെ പായൽ പിടിച്ചിട്ടുണ്ട്. ഇത്രയും സന്തോഷമുള്ളൊരു നിമിഷം. അത് മാത്രമല്ല, വെള്ളം വേപ്പറായിട്ട്, അതായത് നീരാവിയായിട്ട് കുപ്പിയെ പറ്റി പിടിച്ചിരിക്കുന്നത്. അതാണ് ഇത്തിരി ക്ലാരിറ്റി കുറവ്. അല്ലാണ്ട് നമ്മുടെ ക്യാമറയുടെ ഒന്നും അല്ല കേട്ടോ. കണ്ടോ, ക്ലാരിറ്റി കുറവ്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ദൈവമേ, ഒന്നും പറയാനില്ല. ഇത് എൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ടെറേറിയം ഉണ്ടാക്കുന്നത്. എത്രയും വർക്കൗട്ടായെന്ന് വെച്ചാൽ കണ്ടോ, ഇതിനുള്ളിൽ ആ പായൽ വളർന്നേക്കുന്നുണ്ടോ നിങ്ങൾ? സംഭവം അടിപൊളി. ടെറേറിയത്തിൽ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് വരാനുള്ള മെയിൻ കാരണങ്ങൾ നമ്മൾ നട്ടേക്കുന്ന ചെടി, പിന്നെ ഇതിൽ വന്ന മോസുകൾ. അതായത് പൊതുവേ ഇപ്പോൾ ഒരു മഴ ഒരു കഴിഞ്ഞ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ കല്ലുകളിലും വെട്ടുകല്ലുകളിലൊക്കെ ഇതുപോലത്തെ ഒരു പായലുകൾ നിങ്ങൾ കാണാറുണ്ടാവും. ഉദാഹരണത്തിന് ഒരു പായൽ ഇതുപോലെ പായലുകൾ നിങ്ങൾ കാണാറുണ്ടാവും. അങ്ങനത്തെ പായലുകളൊക്കെ ഞാൻ നട്ടിരുന്നു. പിന്നെ ഈ ആനപ്പിണ്ടം, അത് എല്ലാ വിത്തുകളും തന്നെ ഡൈജസ്റ്റ് ആവാതെ തന്നെ ആനയുടെ പുറത്തുനിന്ന് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം കൂടുതലും നല്ല നല്ല റിസൾട്ട് ഈ 2 ദിവസം കൊണ്ട് തന്നെ കിട്ടിയത്. നോക്കി, ആ ഈർപ്പം ഇതുവരെ പോയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ ആ പായലുകൾ വളരുന്നത് ഒരു 2 ദിവസത്തെ. നമ്മൾ ശരിക്കും ഭൂമി എങ്ങനെയാണ് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്നത്. അടിയിൽ വലിയ വലിയ കല്ലുകൾ, ഇതൊരു റിസർവോയർ വരെ പ്രവർത്തിക്കും. റിസർവോയർ എന്ന് വെച്ചാൽ വെള്ളം തങ്ങി നിൽക്കുന്നത്. ഇവിടെയാണ് വെള്ളം തങ്ങി നിൽക്കുന്നത്. അതിൻ്റെ മേലെ നമ്മൾ ചെയ്ത എന്താ പറയുക, വളക്കൂറുള്ള കാര്യങ്ങൾ, ആനപ്പിണ്ടം, ചകിരിച്ചോറ്, കരി, പിന്നെ മുകളിലൊരു അല്പം മണ്ണ്, പിന്നെ കല്ല്, പിന്നെ തടികൾ. ഒരു സംഭവം തന്നെ കേട്ടോ. ഈ രാത്രിയൊക്കെ ആകുമ്പോൾ ഈ വേപ്പർ മൊത്തം, രാത്രി ആകുമ്പോഴേക്ക് ഈ വേപ്പർ മൊത്തം ഒഴുകി ഇതിൻ്റെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് നമുക്ക് ഇച്ചിരി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ പറ്റും. നോക്കിയാൽ പായലൊക്കെ വളർന്നു തുടങ്ങി, ചെടികൾക്കൊക്കെ ജീവൻ വെച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കട്ടോ. ഒരു അത്ഭുതമാണ്. നമുക്കിനി ചെറിയ ചെടി അല്ലാതെ തന്നെ, ഞാൻ ചെറിയ ക്യാനല്ലാതെ വലിയ വലിയ കുപ്പികളിലൊക്കെ ഇനി ഒരുപാട് ടെറേറിയം ചെയ്യാൻ പോവാണ്. അതൊക്കെ നമ്മുടെ ഷോർട്സിൽ ഞാൻ യൂട്യൂബിൽ ഇട്ടേക്കാം കേട്ടോ. എൻ്റെ പൊന്നെ, ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് ഒരു ബോട്ടിൽ ക്രിയേറ്റ് ചെയ്യുക. സായിപ്പിൻ്റെ തലയാണ്. എന്നാലും ഈ +2 സയൻസ് ബോട്ടണിയൊക്കെ പഠിച്ച പിള്ളേർ ഇതൊക്കെ ചെയ്ത് നോക്കണം.